ഹലോ. ആ സാറേ നമസ്കാരം. ഞാൻ അങ്ങോട്ട് വിളിക്കാതിരിക്കായിരുന്നു. ഒന്നുമില്ല, തെങ്ങും തൈകൾ അന്വേഷിച്ചിട്ട് ആളുകൾ വന്നുകൊണ്ടേയിരിക്കുന്നുണ്ട്. സാറിൻ്റെ കേരഗ്രാമം 10 ദിവസം നടത്തിയിട്ടുള്ള പ്രസംഗം ഉണ്ടല്ലോ, അത് ഗംഭീരമായിട്ട് ഏറ്റു തോന്നുന്നു. ആളുകൾ ഒരുപാട് തെങ്ങും തൈ അന്വേഷിച്ചിട്ടുണ്ട്. ആ ഓക്കെ ഓക്കെ ഓക്കെ. പിന്നെ സാറേ വേറൊരു കാര്യം, ഈ തെങ്ങും തൈകൾ എത്രയും പെട്ടെന്ന് നമുക്കിവിടെ എത്തിക്കാനുള്ള ഏർപ്പാടുണ്ടാക്കണം. എന്നാൽ പിന്നെ ഈ മഴയ്ക്ക് മുമ്പ് തന്നെ നമുക്ക് ആളുകൾക്ക് അത് കൊടുത്തു തീർക്കാമല്ലോ. ആയിക്കോട്ടെ സാറേ. ഓക്കെ ഓക്കെ. എൻ്റെ പൊന്ന് പെണ്ണും പിള്ളയെ ഞാൻ വീട്ടിൽ നിന്ന് നിന്റെ അടുത്തൊന്നല്ലേ ഇങ്ങോട്ട് വന്നത്. അതിനിടയ്ക്ക് നിനക്ക് വിളിച്ചിട്ട് അത് വേണം ഇത് വേണോ പറയാം. ഞാൻ വിളിക്കാം, ഓഫീസ് കഴിയട്ടെ. വിളിക്ക്. അതെ, വിക്സ് ഉണ്ടോ? അതെ, ഉണ്ടെങ്കിൽ ഉണ്ടെന്ന് പറ, ഇല്ലെങ്കിൽ ഇല്ലാന്ന് പറ. എന്താ സാറേ തലവേനക്ക് കാരണം? നിങ്ങളൊക്കെ തന്നെ കാരണം, ഈ ഓഫീസും. നല്ല വെള്ളടിച്ചതിന്റെ കെട്ട് മാറിയില്ല, അതാണ്. എന്താ 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 എന്തെങ്കിലും പറയണമെങ്കിൽ എന്നോട് മുഖത്തോക്കി പറയണം. അല്ല, വിക്സ് വീട്ടിൽ നിന്ന് കൊണ്ടുവന്നോടെ ചോദിക്കേ നീ മണ്ടോദരനോടെ. സാറിന് ആവശ്യം വരും ചോദിച്ചു. അതെ, വീട്ടിൽ നിന്ന് കൊണ്ടുവരാത്തോണ്ടാ ഞാൻ ചോദിച്ചാ കേട്ടാ. ഹലോ, അതെ കൃഷി ഓഫീസാണ്. അല്ല അത് ഉടൻ ഞാൻ പരിശോധിക്കാം. ഞാൻ പരിശോധിച്ചിട്ട് പറയാം. ആ ഉസ്മാന്റെ പുരയിടത്തില് മണ്ടരി ബാധിച്ച തെങ്ങ് മുറിക്കാൻ പറഞ്ഞിട്ട് മുറിച്ചോ? മുറിച്ചല്ലോ. എത്ര തെങ്ങ് മുറിച്ചു? 10. എടോ കിഴങ്ങ്, 5 തെങ്ങിന് മണ്ടരി ബാധിച്ച അത് മുറിക്കാൻ പറഞ്ഞിട്ട് അസുഖമില്ലാത്ത 10 തെങ്ങ് മാർക്ക് ചെയ്ത് മുറിപ്പിച്ചിട്ട് വന്നേക്കല്ലേ? താനൊക്കെ എന്ത് ഉദ്യോഗസ്ഥനാണോ? മറ്റത് അസുഖം ഉള്ളതല്ല, അവിടെ കിടന്നോട്ടെ എന്ന് വിചാരിച്ച്. ഇതുപോലെ സൂക്കേടുള്ള കുറെ ഉണ്ടെങ്കിൽ ഈ ഓഫീസ് നന്നാവൂല. പിന്നെ മണ്ടോതിരിയോട് ചോദിക്കാനുള്ളത്, അവിടെ രതീഷ് എന്ന് പറഞ്ഞ ഒരുത്തൻ അല്ല വാഴത്തോട്ടം നശിച്ചു എന്ന് പറഞ്ഞൊരു ഇത് പരാതി തന്നില്ലേ? അതിന്റെ നഷ്ടം അപ്രൂവ് ചെയ്ത് കൊടുത്തോ? മൊത്തം നശിച്ചു പോയില്ലേ? സത്യമായിട്ട് ഒരു വാഴ പോലും ഇല്ല അവിടെ. നിങ്ങളൊക്കെ എന്ത് ജോലിക്കാരാണ്, എന്ത് ജോലിക്കാരാണ്. ഞാൻ പോയി കണ്ടതാണ്. കണ്ടതാണ് അവിടെ CCTV ക്യാമറയിൽ കണ്ട് അതിന്റെ തെളിവായിട്ട് ആള് വരും. എന്താണ് സാറേ? അവനെ വെള്ളം അടിച്ചിട്ട് രാത്രി വീട്ടിൽ വാതിൽ തുറക്കാത്തോണ്ട് ആ പുഴയിടത്തിലെ വാഴ മുഴുവനും വെട്ടി നശിപ്പിച്ചു. അങ്ങനെ നാശം ഉണ്ടായതാണ്. എന്നിട്ട് അതിന്റെ നഷ്ടപരിഹാരം എഴുതി കൊടുത്തേക്കണം. അല്ല, വാഴ ഇല്ലല്ലോ, വാഴ ഇല്ലാത്തതിനല്ലേ നഷ്ടപരിഹാരം? സാറ് ചോദിക്കും, അപ്പൊ മറുപടി പറഞ്ഞാണ് രണ്ടും. എന്നെ വിളിക്കരുത്. ഞാൻ എന്തിനാ പറയണത്? നിങ്ങൾ പറയണം. നിങ്ങൾ എല്ലാത്തിനും നിങ്ങൾ തന്നെയാണ് കാരണക്കാരൻ. എനിക്ക് ദേഷ്യം വരുന്നത്. അതേ, ഇവിടെ ആരാണ് പ്രധാന ആള്? ഇവിടുത്തെ പ്രധാന ആളാരാണ്? ആക്ച്വലി എന്താ നിങ്ങളുടെ വിഷയം? വിഷയമൊക്കെ ഞങ്ങൾ പ്രധാനപ്പെട്ടവരോട് പറയാ. ആരാണെന്ന് പറ. അത് നിങ്ങളാ മുണ്ടിന്റെ മടക്കുത്തി അയച്ചോടി. ഇത് ഗവൺമെന്റ് സ്ഥാപനല്ലേ? എന്തിനാ മുണ്ടിന്റെ മടക്കി കുത്തി അയച്ചിരുന്നത്? വീണ്ടും കുത്തണം. ഇത് ഗവൺമെന്റ് ഓഫീസാണ്. ഞങ്ങളാണ് നിങ്ങൾക്ക് ശമ്പളം തന്നിരുത്തിയേക്കണം. അപ്പൊ നിങ്ങളാണ് ഞങ്ങളെ ബഹുമാനിക്കേണ്ടത്. നിങ്ങളെ ഞങ്ങൾക്ക് ശമ്പളം തരുന്നേ? അതെങ്ങനെ? ഞങ്ങളുടെ നികുതി പണമല്ല നിങ്ങൾക്ക് മാസം മാസം കിട്ടണത്. നികുതി പണം ഞാൻ വിചാരിച്ച സർക്കാരിന്റെ മോനെ ഇത് അണ്ണാക്കിലിട്ട് കുത്തുകൊള്ളണ്ട. ഇവിടുത്തെ ആരാണ് പ്രധാന ഓഫീസർ എന്ന് പറ. കുറച്ച് മര്യാദയായിട്ട് സംസാരിക്കണം കേട്ടോ. ഇത് ഇത്രയും മര്യാദ ഉള്ളൂ. ഇവിടുത്തെ കാര്യങ്ങൾക്ക് തീരുമാനം ഉണ്ടാക്കുന്ന ആളാരാന്ന് പറയും. നിങ്ങൾ മാഡത്തിനോട് ചോദിക്കേ. അതല്ലേ ചോദിക്കണത്. അപ്പൊ നിങ്ങക്ക് പറഞ്ഞൂടെ? എന്താ ചോദിക്കണ്ടത്? അല്ല എന്താ പറയണ്ട്? നമുക്ക് രാഘവേട്ടന്റെ ഒരു പ്രശ്നമുണ്ട്, എന്റെ വാർഡിലുള്ളതാണ്. അപ്പൊ അത് സംസാരിച്ച് ആരാണ് തീരുമാനം ഉണ്ടാക്കണ അത് പറയും. അതാണെങ്കിൽ ഇവിടെ ചോദിച്ചാ മതി. അയാളാണ്. ഒരു ഇതൊക്കെ ലോക്കൽസ് ആണ്. കിട്ടിക്കോളൂ. അതെ, സാറല്ലേ ഇവിടുത്തെ പ്രധാനപ്പെട്ട ആള്? അതെ, നിങ്ങൾക്ക് ഇവിടത്തെ പ്രധാന ഓഫീസറല്ലേ കാണേണ്ടത്? അതെ അല്ലേ? അതെ. അത് ഞാനല്ല. അപ്പൊ ഇവര് പറഞ്ഞ് സാറാണ്. അവര് പലതും പറയും. കൃഷി ഓഫീസർ ഇതിനകത്തിരിപ്പുണ്ട്, അദ്ദേഹത്തിന് പോയി കാണും. അപ്പൊ സാറല്ലേ ഇവിടുത്തെ മെയിനാള്?
ഡാ, അകത്ത് സാറുള്ളപ്പോൾ ഞാനല്ല സാറ്, ആ സാറാണ് സാറ്, ആ സാറ് ഇല്ലാത്തപ്പോഴാണ് ഞാൻ സാറ്. ഇപ്പൊ മനസ്സിലായോ സാറേ? ഓ അച്ഛല്ലാത്തപ്പോ അമ്മ. നല്ല കുഞ്ഞമ്മ. എന്താ? അതെ, ഇത് രാഘവേട്ടൻ നമ്മുടെ പ്രധാന ഒരു കർഷകനാണ് നമ്മുടെ നാട്ടിലാണ്. ഓ, അപ്പൊ ഒരു കർഷകർക്കുള്ള ഒരു 2000 രൂപ ധനസഹായം ലഭിച്ചിരുന്നു രാഘവേട്ടന്. അപ്പൊ ഇപ്പൊ കുറെ നാളായിട്ട് അത് കിട്ടണില്ല. അപ്പൊ നമുക്കതൊന്ന് കൊടുക്കണം. ഞാൻ ബാങ്കിൽ പോയപ്പോ സാധാരണ കിട്ടിക്കൊണ്ടിരിക്കുന്നതാണ്. ഇപ്പം ബാങ്കിൽ പോയപ്പോ പറയുന്നത് അത് നിർത്തിയിട്ടുണ്ട്. ഞാൻ എപ്പം മേടിച്ചോണ്ട, ഞാൻ ഇവിടുത്തെ നല്ല കർഷകനാണ്. അതിപ്പോ നിർത്തിന്നാ പറയുന്നത്. പേരെന്താന്ന് പറഞ്ഞേ? രാഘവൻ ചിറ്റെഴുത്ത്. അതെ, തൂമ്പ എടുത്തില്ലേ അപ്പൊ കൈവറക്കും സാറ്. കിളക്കാഞ്ഞിട്ടാണ് ഇത്, കഴിഞ്ഞിട്ട് കൂടെ പോയി കിളക്കാൻ. അതെ, രാഘവൻ ചിറ്റെഴുത്ത്. ആ രാഘവൻ. തരും. അയ്യോ, അത് ഞാൻ കട്ട് ചെയ്തല്ലോ. അത് കട്ട് ചെയ്തു നമ്മള്. എന്തിന്? അതൊരു കംപ്ലൈന്റ് കിട്ടി ഇവിടെ. എന്ത് കംപ്ലൈന്റ്? നിങ്ങൾക്ക് എത്ര സ്ഥലമുണ്ട്? അർഹതപ്പെട്ടിട്ടല്ലേ സർക്കാർ രാഘവേട്ടന് കൊടുക്കണം. പിന്നെ അത് കട്ട് ചെയ്യേണ്ട ആവശ്യമില്ലല്ലോ. ഇല്ല, അത് വേറെ പ്രശ്നമുണ്ട് അതിനകത്ത്. എത്രയുണ്ട് സ്ഥലം? എത്രയുണ്ട് പറയും? 3 ഏക്കർ മേലുണ്ട്. വീട്ടിൽ ആർക്കെങ്കിലും സർക്കാർ ജോലി ഉണ്ടോ? ആ, ഒരു മോന് സർക്കാർ ജോലി ഉണ്ട്. ഗൾഫിൽ ആരെങ്കിലും ഉണ്ടോ? ആ, ഒരു മോനുണ്ട്. അപ്പൊ അങ്ങനെയൊക്കെയുള്ള ഒരു കംപ്ലൈന്റ് വന്നു ഇവിടെ. അങ്ങനെയുള്ള ആളുകൾക്ക് ഇത് കൊടുക്കാൻ പറ്റില്ല. അതല്ല, അവര് പഠിച്ചിരുന്നോടിയല്ലേ, ഞാൻ കൃഷിക്കാരനല്ലേ. അല്ല ചേട്ടാ, 2.5 ഏക്കർ കൂടുതലുള്ള ആളുകൾക്ക് ഇത് കിട്ടില്ല. എന്തേ? അതിൽ കുറഞ്ഞ കർഷകർക്കാണ് ഇത് കൊടുക്കുന്നത്, ഈ ആനുകൂല്യം കൊടുക്കുന്നതേ. അപ്പൊ ഞാൻ കൃഷി ചെയ്യുന്ന മോശം? നിങ്ങൾ കൃഷി ചെയ്യുന്നുണ്ടാവും, ശരി തന്നെ. അതെ, സാറൊന്ന് കണ്ണടച്ചാൽ അത് കിട്ടൂലേ? അയ്യോ, കണ്ണടയ്ക്കാൻ പറ്റില്ല. അല്ല, കർഷകനാണ്. ആ വക പരിപാടികൾ ഒന്നും നടക്കില്ല. പാവപ്പെട്ട കർഷകർക്കുള്ളതാണ്. അവര് 2000 രൂപ അവര് വാങ്ങിച്ചോണ്ട് പോക്കോട്ടെ, ഇങ്ങർക്ക് അത് വാങ്ങിക്കേണ്ട കാര്യമില്ലല്ലോ. അത് നമ്മളൊക്കെ ഒന്ന് പറയണ സ്ഥിതിക്ക് അത് ചെയ്യാൻ പറ്റില്ല ചേട്ടാ. അതെന്താ, ഞാൻ കർഷകനല്ലേ. രാഘവേട്ടാ, വർത്താനം പറയണ്ട, അത് കിട്ടൂല. അർഹതയില്ല, സാറ് പറഞ്ഞിട്ടില്ലേ? നീ കിട്ടുമെന്ന് പറഞ്ഞിട്ട് എന്നെ കൂട്ടിക്കൊണ്ടിരിക്കും. ഇപ്പൊ നീ കിട്ടൂലെന്നാ നീയാ പറയുന്നിപ്പോ? കിട്ടൂല എന്ന് പറഞ്ഞ രാഘവേട്ടൻ പറഞ്ഞപ്പോ അത് മര്യാദയായിട്ട് എനിക്ക് തോന്നി. സാറ് നിയമം പറയുമ്പോ നമ്മളത് മനസ്സിലാക്കണ്ടേ? ആ, ഞാൻ ഇവിടുന്ന് എഴുതി വിട്ട് കഴിഞ്ഞാൽ നിങ്ങൾ ഇതുവരെ എത്ര വാങ്ങിച്ചു? ഞാൻ കുറേ ആയി വാങ്ങിക്കുന്നു. കുറെ ആയിട്ട് വാങ്ങിക്കുന്നില്ലേ? അത്രയും വാങ്ങിച്ച അത്രയും നിങ്ങൾ തിരിച്ചടക്കേണ്ടി വരും. അതെ, തിരിച്ചടക്കേണ്ടി വരും. പെട്ടെന്ന് അടക്കണത്. നീ എന്താ ഈ വർത്താനായി പറയുന്നത്? എന്നോട് ഇത് മേടിച്ചു തരാന്ന് പറഞ്ഞിട്ട് ഇപ്പൊ ആടെ തിരിച്ചടക്കണം എന്നാ നീ പറയുന്നത്? എന്റെ രാഘവേട്ടൻ 2-3 ഏക്കർ സ്ഥലമുണ്ട്, മക്കൾക്ക് സൗകര്യം ഒക്കെ ഉണ്ട്. പിന്നെ ഇത് മേടിച്ച് തിന്നാൻ കൊള്ളാം. എന്നെ ഇവിടെ കൊണ്ട് പൈസ അടുപ്പിക്കാനാ നീ ഇപ്പൊ കൂട്ടിക്കൊണ്ടു? നിങ്ങളത് മേടിച്ച് തിന്നണം. ഇത് പാവപ്പെട്ട ആളുകൾക്കുള്ള പൈസ അല്ലേ? നീ എനക്ക് മേടിച്ചു തരാനല്ലേ പറഞ്ഞു? സാറേ, ഇതുപോലത്തെ ആളുകൾ ഉണ്ടെങ്കിൽ നമുക്ക് വെട്ടണം. കൊടുക്കാൻ പാടില്ല. നിങ്ങൾ എന്തെങ്കിലും വിവരമുണ്ട് ഞാൻ തരാം. കൊടുക്കരുത് അത്. ഇങ്ങനെ സംസാരിച്ചോണ്ടിരുന്ന എനിക്കൊന്നും പറയണ്ട അങ്ങോട്ട്. എന്താ ഇയാൾക്ക് ഇപ്പൊ വേണ്ടേ? ബാധ്യത സർട്ടിഫിക്കറ്റ് കിട്ടാൻ എന്തൊക്കെ വേണമെന്നോ? ഒരു തെങ്ങിന്റെയും ഒരു പ്ലാവിന്റെയും ഒരു ആഞ്ഞിലിന്റെയും 3 ഫോട്ടോ കോപ്പി എടുക്കണം. എടുത്തിട്ട് ഏതെങ്കിലും ഗസറ്റഡ് ഉദ്യോഗസ്ഥനെ കൊണ്ട് അറ്റസ്റ്റ് ചെയ്തിട്ട് വാ. ആ, ഇവിടെ കൃഷി ഓഫീസാണെന്ന് പറഞ്ഞാൽ പിന്നെ തനിക്ക് മനസ്സിലാവൂലേ? എത്ര പ്രാവശ്യം പറയണം ഓരോ കഴുതെടുത്ത്? എന്താ എന്താ സാറേ? ഓ, ചെറിയ കാര്യം പറയണ്ട് സാറേ. പറയടോ. സാറേ, ചിങ്ങാണല്ലോ വരാൻ പോകുന്നത്. എന്താ ചിങ്ങ വരണ്ടേ? ചിങ്ങ എന്തായാലും വരണം സാറേ. ചിങ്ങ 1 വരണം. ഇയാൾ വന്ന കാര്യം പറയും. ഓ സാറേ, ഈ ചിങ്ങ 1-ാം തീയതി നമ്മൾ പഞ്ചായത്ത് തലത്തിൽ കൃഷിഭവൻ ഒരു അവാർഡ് കൊടുക്കുന്നുണ്ടല്ലോ, കർഷകശ്രീ. ഉണ്ട്, അത് കൊടുക്കും. സമയമാകുമ്പോ അത് കൊടുക്കും. അത് എന്തായാലും കൊടുക്കണം സാറേ. ആ സാറേ, ഇത്തവണ ഒറ്റ പ്രാവശ്യം അതെനക്ക് തരണം. തനിക്ക് കൃഷിയുണ്ടോ? കൃഷിയുണ്ട് സാറേ. എന്താ കൃഷി? കൃഷി വെണ്ടക്ക, കൈപ്പക്ക, നരമ്പൻ, പിന്നെ വെള്ളരിക്ക. എന്തൊക്കെ കറിക്ക് കൂട്ടിട്ട് എന്തായാലും കിട്ടും സാറേ. അല്ലടോ, ഇത് എന്തിനാ ഇത്ര കഷ്ടപ്പെട്ട് കർഷകശ്രീ എടുക്കണ ഈ അവാർഡ്? അതെന്താ വെച്ചാല് നാട്ടിലൊരു നെരിയും പേരെല്ലാം വേണ്ട സാറേ. എനിക്ക് തനിക്ക് കർഷകശ്രീ അവാർഡ് വേണം? വേണം സാർ. അത് തരാം. ഓ, ഇവിടെ നല്ല ഇടണം അല്ല, പോസ്റ്റ് ഓഫീസ് ഉണ്ടല്ലോ, പോസ്റ്റ്. അതിന് തൊട്ടടുത്ത് ആദില മെറ്റൽസ് എന്ന് പറഞ്ഞിട്ടൊരു കടയുണ്ട്. ബാലകൃഷ്ണന്റെ? അതെ, അവിടെ ഈ ട്രോഫിയും പാത്രങ്ങളൊക്കെ വിൽക്കണ കട. അവിടെ ട്രോഫിയൊക്കെ ഉണ്ട്. അവിടെ കൊടുക്ക്. അവിടെ പോയിട്ട് പറഞ്ഞാൽ മതി ഒരു കർഷകശ്രീ അവാർഡ് വേണമെന്ന്. അപ്പൊ അവരൊരു നല്ല ട്രോഫി നോക്കി എടുത്തിട്ട് അതിൽ എഴുതി അങ്ങ് തരും. ആവശ്യം അതല്ലോ, നൂലാപാലുണ്ട്. ഒന്നുമില്ല, അത്രേ ഉള്ളൂ. ഓ, ഒരുപാട് നന്ദിയുണ്ട് സാറേ. ഓ, അതൊന്നും വേണ്ട, വയ്ക്കോ. മറക്കൂല സാറേ. ഓ, ഓടോ. ഓ
അല്ല സാറേ, അപ്പൊ അവാർഡൊക്കെ ഇപ്പൊ ഇങ്ങനെയാണ് കിട്ടണല്ലേ? അല്ല, സാറിന്റെ വീട്ടിലും കുറച്ച് അവാർഡൊക്കെ നിങ്ങൾ കണ്ടില്ലേ? ഇരുന്ന് പണിയെടുക്കണോ?